മനുഷ്യ സ്വഭാവങ്ങളിൽ ഏറ്റവും സവിശേഷമായ സ്നേഹം എന്ന സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ബാക്കിയാണ്. സ്നേഹം ആത്മീയമായതുകൊണ്ടും അത് അനശ്വരമാണ്, അത് പൂർണ്ണമാണ്. ഒരിക്കലും സ്നേഹം പറഞ്ഞു തന്നില്ല, അനശ്വരമാണ്. ഒരിക്കലും ഇപ്പൊ നമ്മൾക്ക് വേറൊരാളിനോട് വെറുപ്പാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിലുള്ള സ്നേഹം ഇല്ലാതാവില്ല. വെറുപ്പ് മുൻപന്തിയിൽ നിൽക്കുന്നു, ശത്രുവാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു പോകുന്നു. ഭഗവാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ആരാരുടെ ശത്രു, ആരാരുടെ മിത്രം? ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം, ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ ജന്മത്തിലും അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ശത്രു എന്നും മിത്രവും എന്നൊക്കെ പറഞ്ഞതെല്ലാം മാറി മറിഞ്ഞു വരും. കാരണം ഈ സ്നേഹം ഒരിക്കലും ആവാത്തത് കൊണ്ട് എത്ര വലിയ ശത്രുവും ഒടുവിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവായി ജനിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കാൻ പറയുന്നത്. അതുകൊണ്ടാ പറ്റുന്ന രീതിയിൽ ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കാൻ നോക്കുക. നമുക്ക് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ശത്രുക്കളുടെ എണ്ണമൊന്നും കുറയ്ക്കാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതിന്റെ അർത്ഥം ഒടുവിൽ ഈ മിത്രങ്ങൾ ശത്രുക്കൾ നമുക്ക് തന്നെ അറിയില്ലേ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പരിചയമുള്ളവർ മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ ശത്രുവാകുന്നത്. എത്ര ബന്ധുക്കൾ നമ്മുടെ ശത്രുക്കളായിത്തീരുന്നു. നമ്മളിങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ശത്രുക്കളുടെ എണ്ണം കൂടും. എല്ലാ ശത്രുക്കളും ഒരിക്കൽ നമ്മളുടെ ബന്ധുവോ മിത്രമോ ആയിരുന്നിരിക്കും. അല്ലാതെ ആരും നമ്മുടെ ശത്രുവാകാറില്ല. വഴിയെ പോകുന്ന ആരും നമ്മുടെ ശത്രുവാവില്ല. നമുക്ക് പരിചയമില്ലാത്ത ആരും നമ്മുടെ ശത്രുവാവില്ല. നമ്മളെ സ്നേഹിച്ചിരുന്ന നമ്മുടെ അടുത്ത ബന്ധുക്കളും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും നമ്മളുമായി അടുത്ത ഇടപഴകുന്നവരുമാണ് പിന്നീട് ശത്രുവായി മാറുന്നത്. അത് പല പല കാരണങ്ങളാണ്. അത് പെട്ടെന്നൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയവുമല്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഈശ്വരൻ എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളെ സ്നേഹം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി സ്നേഹമാണ് ഈശ്വരൻ. വെറുതെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ പള്ളിയിലോ പോയി ഭജന ഇരുന്നിട്ടോ അവിടെ ചുറ്റിലും ഉരുണ്ടിട്ടോ വ്രതമെടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരുമാതിരിപ്പെട്ട ഏത് ചെയ്തിട്ടും വലിയ അർത്ഥമില്ല. നമ്മളിൽ അല്പം സ്നേഹം വേണമെന്നാണ്. സ്നേഹമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നതിലും നമ്മുടെ സത്യരേത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനു നാമം പറയുന്നു? നിങ്ങൾക്ക് ഭക്തിയും യഥാർത്ഥ സ്നേഹവും ഇല്ലെങ്കിൽ എന്തിനാണ് നാമം പറയുന്നത്? അടുത്ത ആ പാരഗ്രാഫിലെ അടുത്ത സെന്റൻസ് വരി എന്ന് പറയുന്നത്, യഥാർത്ഥ സ്നേഹവും ഭക്തിയും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭജന പാടുന്നത്? ആരെ കാണിക്കാനാണ് നിങ്ങൾ ഭജന പാടുന്നത്? ആ സത്യരത്തിലുണ്ട്. നമ്മൾ ഈ ഭജനക്കാരെ നമുക്ക് തോന്നും ഭയങ്കര ഭക്തരാണെന്ന് തോന്നും. ആ സത്യരത്തിൽ പറയുന്നുണ്ട് വ്യക്തമായി, ഇത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വെറുതെ മെനക്കെടുന്നതെന്ന്. ഇത് ആരെ കാണിക്കാനാണ് ഈ നാമവും നാമജപവും ഈ ഭജനയും നിങ്ങളുടെ ഈ അഭിനയവും ഒക്കെ എന്ന് അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അതായത് കുറച്ച് ശരിയായി കുറച്ച് സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം വെറും ഗോഷ്ഠിയായി മാറും, വെറും താൽക്കാലികമായി മാറും. നമുക്ക് വേറെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അത് കിട്ടുകയോ കിട്ടാതെ പോവുകയോ ചെയ്യും. നമ്മൾ പരസ്പരം സ്നേഹിക്കുക, ഈശ്വരൻ അത് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ച് നമ്മളെല്ലാവരും മടങ്ങിയേ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും പോകും. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഉയർന്ന ആത്മലോകത്തിലേക്ക് പോകണമെങ്കിൽ, നമ്മൾ മോക്ഷമെന്ന് മുക്തി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ആ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വന്നതിനേക്കാൾ ഉയർന്ന ആത്മലോകത്തിലോട്ട് പോകണമെങ്കിൽ, അതല്ല ഒടുവിൽ പലതവണ കഴിഞ്ഞ് അവസാനം നമ്മൾ ഈശ്വരനിൽ എത്തണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് സ്നേഹം എന്ന മാർഗത്തിലൂടെയാണ്. സത്യവും സ്നേഹവും ഇല്ലാതെ ഒരു മനുഷ്യ ജീവിക്കും ഒരിക്കലും ആത്മലോകത്തോട്ട് ഉയരാൻ കഴിയില്ല, ആത്മീയമായി ഉയരാൻ കഴിയില്ല. ഭൂമിയിൽ കടന്ന് കുറെ നേടാൻ പറ്റുമെന്നല്ലാതെ നമുക്കൊരു നേട്ടവും അതുകൊണ്ടുണ്ടാവില്ല. സ്നേഹത്തിലൂടെ അല്ലാതെ, അംഗീകാരത്തിലൂടെ അല്ലാതെ, സത്യത്തിലൂടെ അല്ലാതെ ഒരിക്കലും നമുക്ക് മോചനമില്ല. ഒരു മനുഷ്യാത്മാവിന് മോചനമില്ല. നമ്മൾ ഭൂമിയിൽ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പഠിക്കാനാണ് പറഞ്ഞു വിടുന്നത്. സ്നേഹവും തന്നിട്ടാണ് വിടുന്നത്. മനസ്സ് നിറയെ സ്നേഹം തന്നാണ് നമ്മളെ വിടുന്നത്.
നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ നിറയെ സ്നേഹം തന്നെയാണ്. മുമ്പ് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, കുട്ടികളെ നമ്മൾ താലോലിക്കുന്നതും കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതും അവരോട് നമ്മൾ കളിച്ച് ചിരിച്ച് രസിച്ചിരിക്കുന്നതും അവർക്ക് കാപട്യമില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് കപടത ഇല്ലാത്തത് കൊണ്ടാണ്, അവര് നിഷ്കളങ്കരാണ്, അവരിൽ സ്നേഹമാണ് നിറഞ്ഞിരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അത് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നമ്മൾ വളർന്ന് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ മുഖം കണ്ടാൽ അറിയാം എന്തുമാത്രം ക്രൂരത നമുക്കുണ്ടെന്ന്. ഒരു 10, 40, 45, 50 വയസ്സൊക്കെ ആവുമ്പോൾ നമ്മുടെ മുഖം നമുക്ക് തന്നെ കണ്ണാടിയിൽ നോക്കാൻ പേടി വരും. ആ രീതിയിൽ നമ്മുടെ മുഖം മാറുന്നു. നിഷ്കളങ്കതയുമില്ല, ഒരു കളങ്കതയുമില്ല. പകരം ലോകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിറയുന്നു. സ്നേഹമുണ്ട്, അങ്ങ് ഏറ്റവും അടിയിൽ പോകുന്നു, താഴോട്ട് പോകുന്നു. ഉണ്ട് സ്നേഹം, അത് സ്വാർത്ഥത. എല്ലാം എനിക്കിരിക്കട്ടെ, എന്റെ മക്കൾക്ക് ഇരിക്കട്ടെ എന്നുള്ള സ്വാർത്ഥതയാണ് സ്നേഹം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. അതൊന്നും സ്നേഹമൊന്നുമല്ല, അതെല്ലാം പച്ച സ്വാർത്ഥതയാണ്. അതെല്ലാം നമ്മൾ പറയുന്നുണ്ട്, ഇനി വരുന്നുണ്ട്. നമ്മൾ ശരിക്കും സ്നേഹിക്കാൻ പഠിച്ചില്ലെങ്കിൽ, സ്നേഹിച്ചില്ല എങ്കിൽ, ആത്മവഞ്ചന നടത്തുന്നു എങ്കിൽ, സ്നേഹം എന്ന പേരിൽ മറ്റുള്ളവരെ പറ്റിക്കുന്നു എങ്കിൽ, നമ്മൾ സ്കൂളിലെ ക്ലാസ്സിൽ തോറ്റ കുട്ടിയായി എല്ലാ കാര്യവും ആവർത്തിക്കും. നമ്മൾ ഈ ഭൂമിയിൽ നിന്നും പരീക്ഷ പാസ്സാവാൻ പോകുന്നില്ല. അതിന്റെ അർത്ഥം നമ്മൾ വീണ്ടും വീണ്ടും ഇപ്പോൾ എവിടെ ജനിച്ചുവോ അവിടെ ഇങ്ങനെ ജനിച്ച് ഇതേപോലെ മുട്ടിട്ട് ഇഴഞ്ഞ് മുന്നോട്ട് പോകും. നമ്മുടെ ജീവിതത്തിന് ഒരു പുരോഗതിയും ഉണ്ടാവില്ല. കുറച്ചെങ്കിലും മനുഷ്യന് ആത്മാർത്ഥമായി എന്തെങ്കിലും വേണം, ആത്മാർത്ഥത വേണം. അതില്ലാതെ നമ്മൾ ഈശ്വരനെയാണോ പറ്റിക്കുന്നത്, അതോ കൂടെയുള്ളവരെയാണോ പറ്റിക്കുന്നത്, അതോ നമ്മളെ തന്നെയാണോ പറ്റിക്കുന്നത്? നമ്മൾ ഇത് മൂന്നും ചെയ്യുന്നു. നമ്മൾ ആദ്യം നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നു. ഈ നമ്മളെ ഏറ്റവും അധികം പറ്റിക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നെ ഏറ്റവും അധികം പറഞ്ഞു പറ്റിക്കുന്നത് ഞാനാണ്. എന്നെ പറഞ്ഞ് പറ്റിച്ച് ഞാൻ മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കുന്നു, അഭിനയിച്ച് പറ്റിക്കുന്നു. എന്നിട്ട് അങ്ങനെ മറ്റുള്ളവരോട് നമ്മൾ അഭിനയിക്കുമ്പോൾ, കാപട്യം കാണിക്കുമ്പോൾ അത് ഈശ്വരനെ പറ്റിക്കുന്നതിന് തുല്യമായി തീരുന്നു. നമ്മൾ ഏത് പരീക്ഷ പാസ്സാവാനാണ്? നമ്മൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക? നമ്മളാണെങ്കിൽ തിരിച്ചു പോകുമെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടല്ലോ. നമുക്ക് ആർക്കും ഈ ഭൂമിയിൽ തുടർന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഇതുവരെ കണ്ടതല്ലേ. എത്ര വലിയ അവതാരത്തിനും പറ്റിയിട്ടില്ല, ആർക്കും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളും പോകുമല്ലോ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഉള്ള കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കൂ, മറ്റുള്ളവരെ സ്നേഹിക്കൂ, നിങ്ങൾ സ്നേഹം അനുഭവിക്കൂ, പ്രകടിപ്പിക്കൂ, കഴിയുന്നതും സ്നേഹം പ്രകടിപ്പിക്കൂ. അപ്പോഴും കാപട്യം ഒരു ഗുണവും ചെയ്യില്ല. ആത്മാർത്ഥമായി സംസാരിക്കൂ, സത്യസന്ധമായി സംസാരിക്കൂ, സത്യസന്ധമായി സ്നേഹിക്കൂ. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പറയുന്നുവെങ്കിൽ തന്നെ നമ്മുടെ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു 3 വാക്കാണ് അവർ ആദ്യമായി പഠിക്കുന്നത് തന്നെ. ഐ ലവ് യു, നല്ല 1ാം തരം വാക്കാണ്. പക്ഷേ അവർക്ക് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർ പറഞ്ഞ് കുളമാക്കിയിട്ടിരിക്കുന്ന വാക്കാണ്. ഒരർത്ഥവും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അത് തന്നെ നമ്മളാവും. അർത്ഥമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയാണ് നമ്മുടെ ജോലി. ജീവിതകാലം മുഴുവനും നമ്മൾ അർത്ഥമില്ലാത്ത വാക്കുകൾ, അർത്ഥശൂന്യമായ വാക്കുകൾ പറഞ്ഞ്, കളവ് പറഞ്ഞ്, മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്നു നമ്മൾ. സ്നേഹം പ്രകടിപ്പിക്കൂ എന്ന് പറയുമ്പോൾ വെറുതെ വാക്കുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് യാതൊരു കാര്യമില്ല. അത് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ. യഥാർത്ഥ സ്നേഹം നമുക്കുണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉള്ളവരാണെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും കാരണം നമ്മുടെ തന്നെ കയ്യിരിപ്പാണ്, നമ്മുടെ തന്നെ മനസ്സിലിരിപ്പാണ്, നമ്മുടെ തന്നെ നാവിലിരിപ്പാണ്, നമ്മുടെ തന്നെ പ്രവൃത്തിയാണ്. അല്ലാതെ പുറത്തു നിന്ന് നമ്മളെ ആരും വന്ന് ഉപദ്രവിക്കുന്നതല്ല. അത് നമുക്ക് തോന്നുന്നതാണ്. നമ്മൾ പോയി, അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ ഒരു അവതാരം ശ്രീ നാരായണ ഗുരുദേവൻ ഒരു ക്ഷേത്രത്തില് ഒരു കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നതല്ല, പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ കാണാം. ഈ നമ്മൾ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും എല്ലാത്തിനും കാരണം. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തുണ്ട് അതാണ് നമ്മൾ. ഇവിടെ പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ, ഈ സ്നേഹം എന്ന വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലൊന്നും അല്ല കേട്ടോ. നമുക്കതിനെ അർത്ഥമൊന്നും അറിഞ്ഞൂടാ. നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും നമ്മൾ വിചാരിക്കുന്നതൊക്കെ വെറും അറിവില്ലായ്മയാണ്.
നമ്മൾ ചുമ്മാ പറയില്ല ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ ഗംഭീര ഡയലോഗൊക്കെ ഉണ്ട്. ഇതെല്ലാം വെറുതെയാണ്. നമ്മൾ ആരെയും സ്നേഹിക്കുന്നൊന്നുമില്ല. അതൊക്കെ വെറുതെ കള്ളം പറയുന്നു. നമ്മൾ കള്ളം മാത്രം നമ്മൾ സ്വയം പറയുന്നു. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ ആരെ സ്നേഹിക്കുന്നു എന്നാണ് നമ്മൾ ഈ പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നത്. നമുക്ക് കുറെ മലയാളം വാക്കറിയാം. നമ്മൾ മലയാളി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വാക്കുകൾ അറിയാം. വളരെ സ്കൂളിലൊന്നും പഠിക്കണ്ട, ഒരു 100-500 വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കൂളിൽ നിന്നും പോകേണ്ട ഒരു കാര്യമില്ല. ആ വാക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസം നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് തോന്നുന്നു ഒരു 100 വാക്കൊക്കെ ഉപയോഗിക്കുമായിരിക്കും. എപ്പോഴും നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരാള് മിക്കവാറും ഒരു ദിവസം ഉപയോഗിക്കുന്ന ഒരു 10-15 വാക്കാണ്. 15 വാക്കൊക്കെ വെച്ച് നമ്മൾ സുഖമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ഒരു 500 തവണ നമ്മൾ സ്നേഹം എന്നൊക്കെ പറയും. അങ്ങനെ ചുമ്മാ ഉപയോഗിക്കേണ്ട വാക്കുകളൊന്നും അല്ല ഇതൊന്നും. നമ്മളില്ല ഇതൊന്നും. ഇല്ലാത്തത് കൊണ്ടെന്ന് നമ്മൾ പറയുന്നതാ. നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്നത് വളരെ ഉന്നതമായ ഉയർന്ന ഒരു ഭാവമാണ്. നേരത്തെ പറഞ്ഞ 8ാം ക്ലാസ്സുകാരിക്കും കാരനുമുള്ള ആ സാധനം അല്ലിത്. ഒരു 8ാം ക്ലാസ്സുകാരിയും 10ാം ക്ലാസ്സുകാരിയും ഒക്കെ എവിടത്തുനിന്ന് അവസാനിക്കുന്നത് നമുക്കറിയാമല്ലോ. എവിടെയാണ് അവസാനിക്കുന്നത്? സ്നേഹത്തിൽ തുടങ്ങുന്നു. ഐ ലവ് യു എന്നും പറഞ്ഞ് തുടങ്ങുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്ന. കുട്ടിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. നാട്ടിലും വീട്ടിലും ടിവിയിലും മറ്റേ കമ്പ്യൂട്ടറിലും ഒക്കെ കണ്ട് അതാണ് ശരിയെന്നും പറഞ്ഞ് തുടങ്ങുന്നു നമ്മൾ. ഒടുവിൽ നമ്മൾ എന്ത് വില കൊടുത്തും വിവാഹം കഴിക്കുന്നു. സ്നേഹം വിവാഹം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് എവിടെ പോയി ഈ സ്നേഹം? ഒടുവില് മറ്റേ മണ്ണെണ്ണ ഒഴിച്ചാണ് കത്തിക്കുന്നത് സ്നേഹത്തിനെ. മണ്ണെണ്ണയെ അത് എന്ത് കിട്ടുമോ അത് ഒഴിച്ചാണ് കത്തിക്കുന്നത്. എങ്ങനെ കൊല്ലാം എന്നാണ് നോക്കുന്നത്. സ്നേഹമാണ് നോക്ക്. സ്നേഹമാണെന്നാ പറയുന്നത്. ഭയങ്കര സ്നേഹമാണ് രണ്ടുപേർക്കും. അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞ സ്നേഹം അല്ല ഈ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സ്നേഹം എന്ന് പറയുന്ന നമ്മുടെ എല്ലാത്തിനോടുമുള്ള ഒരു കരുതൽ, ഒരു അംഗീകാരം, ഒരു കരുണ, ഒരു ദയ, സത്യസന്ധത ഒരു പ്രധാന കാര്യമാണ്. സ്നേഹത്തിന്റെ പര്യായ പദം ഈശ്വരനും ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഉള്ളവന് അവൻ സത്യസന്ധനായിരിക്കണം. അല്ലാതെ മണിക്കൂറിൽ 70 കള്ളം പറഞ്ഞിട്ട് നമുക്ക് എന്ത് സ്നേഹം ഉണ്ടാവാനാണ്? ഈ കള്ളം മാത്രം പറയുന്ന ഒരാളിൽ ഒരിക്കലും സ്നേഹം പുറത്തു വരില്ല. അകത്തുണ്ടായിരിക്കും. എല്ലാവർക്കും എല്ലാ വികാരങ്ങളും ഉള്ളിലുണ്ടായിരിക്കും. അത് ജന്മന ഉള്ളതാ. പക്ഷെ നമ്മൾ ജനിച്ചതിന്റെ അന്ന് മുതൽ നമ്മൾ പച്ച കള്ളം പറയുന്നു എങ്കിൽ നമ്മുടെ അടുത്തൂടെ സ്നേഹം വരില്ല. സ്നേഹം എന്ന് പറയുന്നത് ഈശ്വരനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 8ാം ക്ലാസ്സുകാർക്കുള്ളതും ഈശ്വര സ്നേഹം തന്നെയാണ്. പക്ഷെ അതൊന്നും നിലനിൽക്കില്ല. അതെല്ലാം താൽക്കാലികമായ വെറും അഭിനയമായി പോവും. അതുകൊണ്ട് നമ്മൾ ഈ അമിതമായ കള്ളം പറഞ്ഞ് അഭിനയിച്ച് മറ്റു കൂടെ ഉള്ളവരെ പച്ച കള്ളം പറഞ്ഞ് വഞ്ചിച്ചാൽ നമ്മളെങ്ങനെയാണ് നന്നാവുക? നമുക്കെങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുക? ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. വെറും അഭിനയമാണ്. അങ്ങനെ അഭിനയിച്ച് നമ്മളൊരു നടനോ നടിയോ ആയി മാറും. ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ തീരുമാനമാവും. പിന്നെ വേറും ഒരു അഭിനയ എന്നിട്ടോ ഒരു സെക്കൻഡ് നേരം നമുക്ക് സമാധാനം കിട്ടില്ല. ശാന്തി എന്തെന്ന് അറിയാൻ പറ്റില്ല. പിന്നെയാണ് നമ്മൾ വിളിച്ചു പോകുന്നത് ഞാൻ ഈ ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കുന്നു, അവരെ എന്നെ വഞ്ചിക്കുന്നു, എന്നെ പറ്റിക്കുന്നു എന്ന്. നമ്മൾക്ക് ആത്മാർത്ഥ സ്നേഹമാണുള്ളതെങ്കിൽ നമ്മളങ്ങനെ ആരും പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കരയേണ്ട കാര്യമൊന്നുമില്ല. പറ്റിക്കപ്പെടും, അതൊക്കെ വേറെ. പക്ഷെ നമ്മൾ അതിന്റെ പേരിലൊന്നും വലുതായിട്ടൊന്നും ദുഃഖിക്കേണ്ടി വരില്ല. ശരിയായ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരൻ നമ്മളിൽ കൃപ ചൊരിയുകയുള്ളൂ. നമ്മൾ അല്ലാതെ എന്ത് കാണിച്ചാലും അതെല്ലാം അതിന്റെ പടികളാണ്. ഈശ്വരനിലോട്ട് പോകാനുള്ള പടികളാവുന്നേ ഉള്ളൂ. നമ്മൾ മാനസികമായി ഈശ്വരൻ ഭഗവാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആവർത്തിച്ച് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച ഒരാളിനോട് ഈശ്വരൻ പറഞ്ഞ വാക്ക്, എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് ഇതേ നോക്കുള്ളൂ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മനസ്സാണ് നോക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയമാണ് നോക്കുന്നത്. നിങ്ങൾ എന്ത് അഭിനയിക്കുന്നുവെന്നോ നിങ്ങൾ എന്ത് പറയുന്നുവെന്നോ എന്റെ വിഷയമല്ലെന്നാണ് ഈശ്വരൻ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കൂ, സ്നേഹം പ്രകടിപ്പിക്കൂ, സത്യസന്ധത പാലിക്കൂ. അപ്പോൾ മാത്രമേ ഈശ്വരന്റെ കൃപാകടാക്ഷം നമ്മളിലോട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് പോയി ദുർമന്ത്രവാദം നടത്തി വേറൊരാളിന് ബുദ്ധിമുട്ടുണ്ടാക്കാം എന്ന് പറഞ്ഞാലൊന്നും ഈശ്വരൻ നമ്മളിൽ കൃപ ചൊരിയില്ല.
അത് ഇവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് കിട്ടുമ്പോൾ മനസ്സിലാവും. ഈശ്വരൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സത്യമാണ്, അത് സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ മെത്തേഡൊന്നും കൊണ്ട് ഈശ്വരനെ പിടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ ഈശ്വരനെ അശുദ്ധിയാക്കാനും പറ്റില്ല, ഈശ്വരനെ പിടിക്കാനും പറ്റില്ല, ഈശ്വരനെ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാനും പറ്റില്ല. പകരം അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഈ സ്നേഹമാണ്. അത് ഭർത്താവിനോടാവട്ടെ, ഭാര്യയോടാവട്ടെ, മക്കളോടാവട്ടെ, നാട്ടുകാരോടാവട്ടെ, സുഹൃത്തുക്കളോടാവട്ടെ, ആരോടും ആവട്ടെ, കുറച്ച് സ്നേഹം മതി. അത് കപടം ആവാതിരുന്നാൽ മതി, കാപട്യം ഉണ്ടാവാതിരുന്നാൽ മതി. നമുക്ക് ഈശ്വര അനുഗ്രഹം നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സ്നേഹമെന്ന പരിശുദ്ധ ഗുണത്തെ പരിപോഷിപ്പിച്ച് വളർത്തണം. നമ്മൾ ഒന്ന് ശീലിച്ചാലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ അതിന് ശ്രമിക്കണം. നമ്മളിൽ ഉണ്ട്, അത് വളർത്തിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ സ്നേഹം വളർന്നാൽ ഈശ്വരൻ വളരും. സ്നേഹമുള്ളിടത്ത് ഈശ്വരൻ വരും. നമ്മുടെ ഉള്ളിലെ സ്നേഹം വളരുന്നതിനനുസരിച്ച് നമുക്ക് ഈശ്വരന്റെ അനുഭവം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും. ഒടുവിൽ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് സ്നേഹം നമ്മുടെ ഉള്ളിൽ വളർത്തുക. നമുക്ക് സ്നേഹം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാളിനോടല്ല, അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് കാര്യം ആയില്ല. ഒരാളിനോടാവാം, രണ്ടുപേരോടാവാം, 10 പേരോടൊക്കെ ആവാം. സർവ്വതിനോടും ഒരു സ്നേഹം ഉണ്ടാവണം. എന്ന് വെച്ചാല് ഒന്നിനെയും നമ്മൾ വലുതായിട്ട് തള്ളിപ്പറയാൻ പാടില്ല, ഒന്നിനെയും നമ്മൾ പുച്ഛിക്കാൻ പാടില്ല, ഒന്നിനെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. പൊതുവെ നമുക്കൊരു സർവചരാചര പ്രേമം, ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും നമ്മൾ അതിന് ശ്രമിക്കേണ്ടത് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപകാരങ്ങൾക്ക് പോലും പറ്റാറില്ല, എന്നാലും